ഇതിൽ ദൈവത്തിൻ്റെ ഒരു മഹാനായ ദൂതൻ ഇബ്രാഹിം എന്ന് പറയും, അല്ലെ എബ്രഹാം എന്ന് പറയും, അബ്രാം എന്ന് പറയും. ആ പ്രവാചകന് അന്ന് 2 ഭാര്യയാണ് അവർക്കുള്ളത്. അതിലൊരു ഭാര്യയ്ക്ക് കുട്ടി ഉണ്ടായ സമയത്ത് ഒരു മരുഭൂമിയിൽ ഒരു അമ്മയെയും കുട്ടിയെയും തനിച്ചാക്കിയിട്ട് പോവുകയാണ്. അപ്പോൾ ഈ അമ്മക്ക് മരുഭൂമിയാണല്ലോ, വെള്ളമൊന്നും കിട്ടില്ലല്ലോ. ആ വെള്ളം കിട്ടാതെ അലഞ്ഞ സമയത്ത് കാരുണ്യവാനായ ദൈവത്തെ വിളിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം എന്ന രീതിയിൽ ഒരു ഉറവ പൊട്ടിയിറങ്ങുകയാണ്. ആ ഉറവ പിന്നെ ജീവിതകാലം മുഴുവനും വറ്റാത്തൊരു ഉറവയായി നിൽക്കുകയാണ്. അതൊരു ദൈവത്തിൻ്റെ ഒരു ദൃഷ്ടാന്തമായിട്ടാണ് മിക്ക വേദങ്ങളിലൊക്കെ പറയുന്നത്. മിക്ക മതങ്ങളിലും അത് പ്രതിപാദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞ സത്യം. അവിടെയാണ് ഈ വെള്ളത്തിൻ്റെ ഒരു ഐക്യത്തിൻ്റെ പാത തുറക്കുന്നത്. നമ്മൾ പറയും, നമ്മൾ മതങ്ങളൊക്കെ അങ്ങോട്ട് തർക്കിക്കുകയാണ്.